ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ഇത്തവണത്തെ ഓണം നാട്ടിലാണ്. കൊറോണ കാരണം നമ്മൾ നാട്ടിലേക്ക് പോവാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെ പോയാൽ ഈ കൊറോണ മാറുന്ന ഒരു ലക്ഷണമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്ന ഓണത്തിനൊന്ന് പോയി കളയാമെന്ന്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. ഞങ്ങളുടെ രണ്ടാളുടെ സ്ഥലം പട്ടാമ്പിയാണ്. അപ്പോൾ നമുക്ക് പട്ടാമ്പിയിലേക്കുള്ള വഴിയിൽ ചെറിയ ചെറിയ കാഴ്ചകൾ കാണാം. കൊറോണ ആയതുകൊണ്ട് എവിടെയും വണ്ടി നിർത്താനൊന്നും പറ്റില്ല. എന്നാലും ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തും. ആ സ്ഥലം കാണിക്കാം. നമ്മളിപ്പോൾ പാലിയേക്കര ടോളിൻ്റെ അടുത്താണ്. ഇവിടെ എപ്പോഴും ഇതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പോൾ പിന്നെയും ഫാസ്ടാഗ് വന്നതുകൊണ്ട് കുറച്ച് ട്രാഫിക്കിനൊരു വ്യത്യാസമുണ്ട്. ഇതാ നോക്ക് ഒരു വിൻറ്റേജ് കാർ. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലം എത്താറായി. ഇതാണ് അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കാം ആൻഡ് പീസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ റോഡ് സൈഡിൽ നിന്നാൽ തന്നെ നമുക്ക് പ്രതിഷ്ഠ കാണാം. അല്ലെ അപ്പോൾ ഒന്ന് പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരാം. ഇതാണ് കേരള കലാമണ്ഡലം. മഹാകവിത്രയങ്ങളിൽ ഒരാളായ വള്ളത്തോൾ നാരായണ മേനോൻ മുൻകൈ എടുത്ത് സ്ഥാപിച്ച ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ പലതരത്തിലുള്ള ആർട്ട് ഫോംസ് പഠിപ്പിക്കുന്നുണ്ട്. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, അങ്ങനെ പല കലാരൂപങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധക്കുട്ടിയുടെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തെത്താറായി. ഇന്ന് ശ്രദ്ധയുടെ അച്ഛമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് നമുക്കൊന്ന് കാണാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചക്കപ്പായസാണ്. ആരാ ഉണ്ടാക്കണമെന്നറിയോ? എൻ്റെ അച്ഛമ്മ. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? ചക്കപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി ചക്കയും ശർക്കരയും നെയ്യും നന്നായി വരട്ടി ഇതുപോലെ വെക്കണം. പായസത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 8 ഗ്ലാസ് പായസത്തിനുണ്ടാവും. ഇനി ഈ ശർക്കരപ്പാനി വരട്ടി വെച്ച ചക്കയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു പാൻ ചൂടാക്കി ഈ മിക്സ് അതിലേക്ക് ഒഴിക്കുക. ഇനി ഈ മിക്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2 പാൽ നമുക്ക് ചേർക്കാം. ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് യൂസ് ചെയ്തത്. 2 പാൽ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് കുറുകി വരുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് 1 പാൽ ഒഴിക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡിയായി. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് നമുക്ക് ചേർക്കാം.
അങ്ങനെ നമ്മുടെ ചക്കപ്പായസം റെഡിയായി. എല്ലാവർക്കും എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കിയ പായസം ഇഷ്ടായോ? എനിക്കിഷ്ടായി. സൂപ്പർ പായസ. എല്ലാരും ട്രൈ